الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب ننزل وأكرمنا بخير نبي نرسل وجعلنا خير أمة نخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن سيدنا وقائدنا وأسوتنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أفضل الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة في النار أيها الناس أوصيكم إياي أولا بتقوى الله قال الله تعالى عز وجل في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق صدق الله العلي العظيم وصدق ورسوله الكريم ونحن على ذلك من الشاهدين شاكرين والحمد لله رب العالمين. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിനെ ക്രമീകരിക്കണമെന്നും അവന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ബലിപെരുന്നാളിന്റെ ആഘോഷങ്ങളും സന്ദേശങ്ങളും ഒക്കെ കേട്ടിട്ടാണ് നാം ഉള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി വസല്ലം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ തുടങ്ങിയവരുടെ ചരിത്രം ഏതാനും ആഴ്ചകളായിട്ട് നാം ശ്രമിക്കുന്നവരായിരിക്കാം. ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന്, ഒരു സംഘത്തിന്റെ നേതാവിന്, ഒരു മകന്, ഒരു പിതാവിന്, ഒരു ഭാര്യയ്ക്ക്, ഒരു ഭർത്താവിന്, എല്ലാത്തിനും വേണ്ട ഉദാഹരണങ്ങളും പാഠങ്ങളും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ 2 മാസക്കാലത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളൊക്കെ ഇനി തിരികെ സ്കൂളുകളിലേക്കും ക്യാമ്പസുകളിലുമൊക്കെ പോകുന്ന സമയമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന പിതാവിനെയും ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മകനെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ റോളുകളിൽ ഒരു പിതാവ്, ഒരു മകൻ, ഭാര്യ എന്നുള്ള നിലക്ക് ചില പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ കാലിക പ്രസക്തമായി കൊണ്ടുള്ള ചില ഉണർത്തലുകൾ ഉണർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു പ്രസിഡന്റോ ഒരു ഓഫീസോ ഇല്ലാതെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഒരു പാർട്ടി ഉദയം ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും.
സുപ്രീം കോടതിയിലെ ജഡ്ജ് ഇന്ത്യയിലെ യുവാക്കളെക്കുറിച്ച് പരാമർശിച്ചു. തൊഴിലില്ലാതെ, തൊഴിലന്വേഷിക്കാതെ, കാര്യങ്ങളൊന്നും നേരെവഴിക്ക് നടത്താതെ അവരെല്ലാം ക്രോക്കോച്ചുകളാണ് എന്ന് പരാമർശിച്ചപ്പോൾ അതിൽ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയിട്ടൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളും തീരുമാനങ്ങൾ എടുക്കുന്നതിലും പ്രതികരിക്കുന്നതിലുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവർ പ്രതികരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലമതിക്കുന്ന ഇടങ്ങളിലെല്ലാം ആ അഭിപ്രായങ്ങൾ വിലമതിക്കുന്ന സ്ഥലത്തെല്ലാം അവർ ഇടപെട്ടുകൊണ്ട് അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കുവാനുമൊക്കെ പുതിയ തലമുറ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ടൊരു പാർട്ടി ഉണ്ടാകുന്നു. ഇന്ന് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഉണ്ടായി വന്നിട്ട് അവരിന്ന് തെരുവിലിറങ്ങിയിട്ട് ഞങ്ങൾക്ക് തൊഴിൽ വേണമെന്ന് രാജ്യത്തിന്റെ ഭരണകൂടത്തിനോട് പറയുന്ന ഒരർത്ഥത്തിലേക്ക് ഒരു കൂട്ടായ്മ രൂപീകരിക്കുവാൻ ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ലാത്ത മീറ്റിംഗുകൾ നടത്തിയിട്ടില്ലാത്ത യുവാക്കൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ ചെറുതല്ല. ഈ പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഐഡിയോളജിക്കലി അവർക്ക് മാറ്റം വരുന്ന രൂപത്തിൽ, അവരുടെ ബുദ്ധിയെ മാറ്റീകരിക്കുന്ന രൂപത്തിൽ നാടിന്റെ ചരിത്രവും ആവിഷ്കാരങ്ങളും പഠിക്കേണ്ടതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ചില പ്രത്യയശാസ്ത്രങ്ങളുടെ തത്വങ്ങളെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 9ാം ക്ലാസ്സിലൊക്കെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾക്ക് പേരിട്ടിരിക്കുന്നത് കാവേരി എന്നൊക്കെയാണ്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന്റെ പേരാണ് കാവേരി എന്ന് പറയുന്നത്. ഇതൊരു ഭരണകൂടത്തിന്റെ ഭീകരത അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രം ഇന്ന് ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന വലിയ വലിയ സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ബുദ്ധിപരമായിട്ട് ഇവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളെ നമുക്കൊരിക്കലും തീർത്തും മാറ്റാൻ കഴിയാത്ത രൂപത്തിൽ കുട്ടികൾ ഭാഷ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഭാഷ പഠിക്കുമ്പോൾ ഹിന്ദി ഭാഷയും സംസ്കൃത ഭാഷയും കൂടുതലായിട്ട് പഠിക്കുകയും അതൊക്കെ രാജ്യത്തിന്റെ ഭാഷകളായിട്ട് മാത്രം കൊണ്ടുവരുമ്പോൾ മറ്റുള്ള ഭാഷകളെല്ലാം മാറ്റിക്കൊണ്ട് അത്തരത്തിലുണ്ടാകുന്ന ഒരു ഭൗതികപരമായിട്ടുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു അധിനിവേശത്തിന് ഭരണകൂടത്തിന്റെ ഭീകരത ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ചില മേഖലകളുണ്ട്. ആ പ്രയോറിറ്റൈസ് ചെയ്യുന്ന മേഖലകളിൽ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, 1ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ജനറേഷനുകളെ കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ടാവാം. 1ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളവരെ ലൂസേഴ്സ് ജനറേഷൻ എന്നാണ് പറയാം. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തവരെ ബേബി ബൂബേഴ്സ് എന്ന് പറയും. അവിടെ നിന്ന് പിന്നെ ജെൻ എക്സും വൈയും ഇസഡും ആൽഫയും ബീറ്റിയിലേക്കും എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ജെൻസി തലമുറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെൻ ആൽഫ എന്ന് പറയുന്നത് 2025 ജനുവരിയിൽ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ ജെൻ ബീറ്റ എന്നാണ് പറയുന്നത്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ ഭരിക്കാൻ പോകുന്നത് ഐപാഡ് കിഡ്സുകളായിരിക്കും. ഇന്ന് നമ്മുടെ നാടിന്റെ യുവാക്കളുടെ ശക്തിയായിട്ട് നിൽക്കുന്നത് മൊബൈൽ ഫോണുകളിൽ കൂടിയിട്ടാണ് അവർ കാര്യങ്ങൾ പഠിച്ചു വന്നിരുന്നതെങ്കിൽ അതിനേക്കാളും വേഗതയിൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുവാനുള്ള കുഞ്ഞുങ്ങളെയാണ് വല്ലുപ്പമാരായ നമ്മളൊക്കെ താരാട്ട് പാട്ടിക്കൊണ്ടിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുവാനും ക്രിയേറ്റീവായിട്ട് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾക്ക് അങ്ങേ അപ്പുറം എത്തുവാനുമുള്ള കപ്പാസിറ്റിയുള്ള, ചിന്താശേഷിയുള്ള, ഏറ്റവും നല്ല ഹൈ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലമുറയൊക്കെയാണ് നമ്മളുടെ താരാട്ട് പാട്ടുകളിൽ നമ്മൾ ഇന്ന് ഉറക്കിക്കൊണ്ടിരിക്കുന്ന 2025 ജനുവരിക്ക് ശേഷം ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ കാലക്രമേണ ഓരോ 10 വർഷം 15 വർഷം കഴിയുമ്പോൾ ഈ ജനറേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനെ മുസ്ലിം സമൂഹത്തിന്റെ അടുത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാമയിലേക്ക് മടങ്ങുക. ഒരു പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമയെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തുവാൻ സാധിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ത്യാഗവും ബലിയും തീക്കുണ്ടാരത്തിലെറിഞ്ഞതും നമ്രൂദിനോട് വെല്ലുവിളിച്ചതും ഒക്കെ നമുക്കറിയാം. അവിടെ ഒരു പിതാവായിട്ടുള്ള ഒരു ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ട്. ഈ പിതാവിന്റെയും മകന്റെയും ആത്മബന്ധത്തിനെ കുറിച്ച് നമുക്കറിയാം.
പ്രവാചകന്റെ ഏത് പ്രായത്തിലാണ് ഒരു മകനെ ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ മകനും ഈ പ്രവാചകനും തമ്മിലുള്ള ബന്ധം എത്ര നാളാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്ക് എന്റെ മക്കളുടെ ചെറുപ്പത്തിൽ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ മക്കളുടെ തർബിയത്തിൽ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ എന്റെ മക്കളുടെ തർബിയത്തിൽ ഇടപെടുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നൊക്കെ പരാതി പറയുമ്പോൾ, ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമയും ഇസ്മായിൽ നബിയും തമ്മിലുണ്ടായിരുന്ന സഹവാസം വളരെ കുറഞ്ഞ കാലം മാത്രമായിരുന്നു. പക്ഷേ ആ സഹവാസത്തിൽ കൂടിയിട്ട് ആ പിതാവ് ആ മകന് നൽകേണ്ട എന്തെല്ലോ വാല്യൂസുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ വാല്യൂസുകൾ നൽകിയിട്ട് പിതാവ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തുകൊണ്ട് ആ മാതാവ് ആ പിതാവിന്റെ റോള് കൂടി വഹിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. പിതാവിന്റെ ജോലി തിരക്കോ, പിതാവ് നാട് മാറിപ്പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോയാൽ ആ പിതാവ് അർപ്പിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസത്തിന്റെയും അതിന്റെ അടിത്തറയിൽ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നതിൽ ആ പിതാവിന്റെ റോള് കൂടി ഏറ്റെടുത്തുകൊണ്ട് ആ മാതാവ് മുന്നോട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് തുല്യതയില്ലാത്ത ഒരു മകൻ അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ചരിത്രത്തിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു പിതാവിനോട് ഒരു മകൻ പറയുന്ന ഒരു മറുപടിയെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ, അല്ലാഹുവേ, അല്ലാഹു പ്രവാചകരെ, എന്റെ പിതാവേ, താങ്കളോട് അല്ലാഹു എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്തുകൊള്ളുക എന്ന് പറയുവാൻ, ഒരു മകന് തുല്യതയില്ലാത്ത മറുപടി പറയുവാൻ ഈ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മകൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന മകനെ വിളിക്കാൻ പേടിയുള്ള കാലഘട്ടത്തിൽ, സുബഹിക്ക് മുൻപെഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാർ തൊട്ടടുത്ത റൂമിൽ കിടന്നുറങ്ങുന്ന മകളെ വിളിച്ചുണർത്തിക്കൊണ്ട് തഹജ്ജുദ് നമസ്കരിപ്പിക്കുവാൻ പേടിയുള്ള കാലഘട്ടത്തിൽ ഒരു ബലിയെറുക്കാൻ വേണ്ടി കൊണ്ടുപോയ ഒരു മകൻ തന്റെ പിതാവിനോട് പറയുന്നു, അങ്ങയോട് എന്താണോ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പന ചെയ്തുകൊള്ളുക. ഇനി നമുക്കതിനും അപ്പുറമുള്ള വേറൊരു വർത്തമാനമില്ല. വളരെ കണിശമായിട്ടുള്ള ഉത്തരം അവിടെ പിതാവിന് പ്രചോദനമായി കൊണ്ട് നൽകുന്ന മകനെ ചരിത്രത്തിൽ സൃഷ്ടിക്കുവാൻ സാധിച്ചത് എങ്ങനെയാണ്? ആ പിതാവിന്റെ ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. ആ പ്രയോറിറ്റിയിലേക്ക് നമ്മളും യാത്ര തിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടും നമ്മുടെ കാലഘട്ടവും ഇന്ത്യ രാജ്യവും കേരളവും ഒട്ടാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥി തലമുറയെയും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് നിശിതമായി വിമർശിക്കാം. അവരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നമുക്ക് ഒറ്റപ്പെടുത്താം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ മോശമായ കാര്യങ്ങളെ മാത്രം കണ്ടെത്തിയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. പക്ഷേ അവിടെ ഇസ്മായിലുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഉത്തരവാദിത്തം. ഇബ്രാഹിമി പാരമ്പര്യത്തിലുള്ള, മില്ലത്തെ ഇബ്രാഹിമി പാരമ്പര്യത്തിലുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം ഈ പുതിയ തലമുറകൾക്കകത്ത് നിന്നുകൊണ്ട് ഇസ്മായിലുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ ഇസ്മായിലുകൾ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ഈ ദീനിന്റെ കൊടിവാഹകരായിക്കൊണ്ട് മുന്നോട്ട് വരുവാനുള്ള മക്കളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഒരു പിതാവിന്റെ സ്വപ്നം എന്താ? എന്റെ മുന്നിലിരിക്കുന്ന പിതാക്കന്മാരുടെ സ്വപ്നം എന്താ? ഞാനൊരു പിതാവാണ്, 3 കുട്ടികളുടെ പിതാവാണ്. ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് എന്റെ മക്കളെ കുറിച്ചിട്ടുള്ള എന്റെ സ്വപ്നം എന്താ? എന്ത് സ്വപ്നമാണ് നമ്മൾ നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്ലേ ക്ലാസ്സിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ 3.5 വയസ്സ് മുതൽ 25-26 വയസ്സ് വരെ നമ്മൾ അവരെ മത്സരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിലേക്കാണ് മത്സരിപ്പിക്കുന്നത്? കരിയറിന്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞ്, ജോലി സാധ്യതകളെക്കുറിച്ച് പറഞ്ഞ്, ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു തകർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ട് ജീവിതത്തിനെ കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെയും പ്രസക്തിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് അതിലേക്കുള്ള ശ്രദ്ധ മാത്രം നമ്മൾ തിരുത്തിവച്ചിരിക്കുകയാണ്. 26-ാമത്തെ വയസ്സിലോ 27-ാമത്തെ വയസ്സിലോ വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു മകനും മകളും നേരിടുന്ന ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുവാനും അതിനുമപ്പുറം നിന്നുകൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിനോടുള്ള ബാധ്യതകൾ പഠിപ്പിച്ചു കൊടുക്കുവാനും നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ്. 3.5 വയസ്സിലെ പ്ലേ ക്ലാസ്സിലേക്ക് ചേർക്കുന്ന കുട്ടികൾ മുതൽ നമ്മൾ മത്സരബുദ്ധി ആരംഭിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ തന്റെ കുഞ്ഞിനെ പങ്കെടുപ്പിക്കുന്നതിൽ സ്കൂൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി സമാനമായി തയ്യാറെടുത്ത് വരുന്ന മാത്സര്യ ബുദ്ധിയുള്ള രക്ഷിതാക്കളോടാണ് സംസാരിക്കുവാനുള്ളത്. നമ്മളുടെ പ്രയോറിറ്റി മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, എന്നെയും എന്റെ കുടുംബത്തിനെയും നീ നമസ്കാരക്കാരാക്കി മാറ്റണമേ. എന്റെ കുടുംബത്തിന് മാത്രമല്ല, എന്റെ കുടുംബാംഗങ്ങളെയും അതിനപ്പുറം നിൽക്കുന്ന തലമുറയെയും നീ നമസ്കാരക്കാരാക്കി മാറ്റണമേ. കഅബ നിർമ്മിക്കാൻ വേണ്ടി പോയപ്പോൾ തന്റെ മകന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി. കാരണം എന്റെ കാലശേഷം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കേണ്ടത് ഈ മകനാണ്. എന്റെ കാലശേഷം ഈ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഈ മകനാണ്. ഇതായിരുന്നു ഒരു പിതാവിന്റെ സ്വപ്നം. ആ ഒരു പിതാവിന്റെ സ്വപ്നത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇദാ മാത ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇൻകത അമലുഹു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങളൊഴികെ ബാക്കി എല്ലാം മുറിഞ്ഞു പോകും. സ്വദഖത്തുൻ ജാരിയ, അവർ നൽകിയിട്ടുള്ള സ്വദഖകൾ, വ ഇൽമു ഔ ഇൽമുൻ യൻതഫഉ ബിഹി,
അവന് ഉപകാരപ്രദമുണ്ടാകുന്ന ഇൽമുകൾ, ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഇതാണ് ഒരു പിതാവിന്റെ സ്വപ്നം. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും യാത്രയാക്കിയിട്ട് പള്ളിക്കാട്ടിൽ എന്നെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ മലായികത്തുകൾ വന്നിരുന്നുകൊണ്ട് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ, ഞാനിങ്ങനെ പള്ളിക്കാട്ടിൽ കിടന്നുകൊണ്ട് ഞാൻ തേങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഖബറിന്റെ അരികിലേക്ക് വന്നിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽവൃത്തരായിട്ടുള്ള ഒരു സന്തതിയായി എന്റെ മകനും മകളും വളർന്നു വരണമെന്നുള്ള സ്വപ്നം ഒരു പിതാവിന്റെ മനസ്സിലുണ്ടാകണം, ഒരു മാതാവിന്റെ മനസ്സിലുണ്ടാകണം. ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. എന്റെ മരണത്തിന് ശേഷം എന്റെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി മുന്നോട്ട് നിൽക്കുന്ന, ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്തം നിർവഹിക്കുന്ന, ഞാൻ ചെയ്ത ബിസിനസ് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കി വെച്ച സ്വത്തിനെ മാത്രം പരിപോഷിപ്പിക്കലല്ല, ഞാൻ ഈ നാട്ടിൽ എന്തൊക്കെയായിരുന്നോ ഏതൊക്കെ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ ആ സൽക്കർമ്മങ്ങളെ എല്ലാം പിന്തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന, എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ഒരു നമസ്കാരത്തിലും മറന്നു പോകാതെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അവിടെ നിന്നുണ്ടാകുന്ന പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുർരിയതൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്. ഇതായിരിക്കണം ഒരു പിതാവിന്റെ സ്വപ്നം. ഇതാവണം ഒരു മകന്റെ സ്വപ്നം, ഒരു മാതാവിന്റെ സ്വപ്നം. ഈ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഖുർആനിലും ഹദീസിലും ഒക്കെ കാണാം, ഇൽമിനെയും മഅലൂമാത്തിനെയും കൃത്യമായിട്ട് വരയിട്ടുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് മഅലൂമാത്തുകളുടെ കാലഘട്ടമാണ്. ഇൻഫർമേഷൻ ഇങ്ങനെ അതിപ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 5 മിനിറ്റ് നമ്മുടെ ഫോൺ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷനുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഇൻഫർമേഷനെ ഇൽമാക്കി മാറ്റുവാൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ആരെങ്കിലും ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റ് ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ട് അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ ഭക്ഷണത്തിന്റെ പരീക്ഷണശാലകളാണല്ലോ. പണ്ടുകാലങ്ങളിൽ സയന്റിസ്റ്റുകൾ ചെയ്തിരുന്ന പണിയാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ ഉമ്മമാരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്ന റീല് അതിനനുസരിച്ചിട്ട് നമ്മളെ ഭക്ഷണം ക്രമീകരിക്കുന്നു. ഈ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയും അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും എന്റെ ശാരീരിക ആരോഗ്യത്തിൽ ചേർന്നതാണോ എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ നമ്മളിങ്ങനെ ഇൻഫർമേഷന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഅലൂമാത്തിനെ ഇൽമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഇൻഫർമേഷനുകളുണ്ട്. ഖുർആനിൽ 6236 ആയത്തുകളുണ്ട്. പ്രവാചകന്മാരുടെ എണ്ണമുണ്ട്. ഖുർആന്റെ സൂറത്തുകളെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഈ ഖുർആനെ കുറിച്ച് ഇൽമാക്കി മാറ്റുവാൻ ഞാൻ കുറച്ച് അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാചകനെ കുറിച്ച് നമുക്ക് കുറെ ഇൻഫർമേഷൻ ഉണ്ട്. പ്രവാചകന്റെ വയസ്സ് നമുക്കറിയാം. പ്രവാചകന്റെ മാതാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും പ്രവാചകൻ പങ്കെടുത്ത യുദ്ധങ്ങളെക്കുറിച്ചും നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചതാണെന്ന് നമുക്കറിയാം. ഈ ഇൻഫർമേഷനുകളെ ഇൽമാക്കി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമുക്കതിലേക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കാണ് റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. ഈ ഇൻഫർമേഷനുകൾ കൊണ്ട് ഞാൻ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ എന്റെ പ്രവൃത്തികളിൽ ഈ ഇൻഫർമേഷനുകളൊന്നും സ്വാധീനിക്കുകയില്ല. എന്റെ പ്രവൃത്തി വേറൊന്നായിരിക്കും, ഞാൻ നേടിയെടുത്തിട്ടുള്ള ഇൻഫർമേഷൻ വേറൊന്നായിരിക്കും, വൈരുദ്ധ്യമുണ്ടാകും. അതുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ കുട്ടികളെ പോലും CBSEയുടെ പുതിയ കരിക്കുലത്തിലൊക്കെ പഠിപ്പിക്കുന്നത് കമ്പ്യൂട്ടേഷൻ തിങ്കിംഗ് ആണ്. കമ്പ്യൂട്ടറിനെ പോലെ തിങ്ക് ചെയ്യുന്ന കുട്ടികളെ കൊണ്ടുവരണം. ഓരോ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ എങ്ങനെയാണോ AI പണിയെടുക്കുന്നത് അതുപോലെ കുട്ടികളുടെ ചിന്താ കപ്പാസിറ്റിയെ കൊണ്ടുവരണമെന്ന് സിലബസുകൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനുകളിൽ നിന്നും ചിന്തിച്ചുകൊണ്ട് ഇൽമാക്കി മാറ്റുന്ന ഇസ്മായിലുമാരെ സൃഷ്ടിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അങ്ങനെ ഇല്ലെങ്കിലുള്ള വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ അവരൊക്കെ ഇസ്ലാമിസ്റ്റുകളായിരിക്കും. അവരെല്ലാവരും ലേബലിൽ മുസ്ലിങ്ങളായിരിക്കും. മുസ്ലിമിന്റെ എല്ലാ ഐഡന്റിറ്റിയും ഇൻഫർമേഷനായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യ ബോധ്യത്തിൽ ഇസ്ലാമിനെ തീരുമാനമെടുക്കേണ്ടി വരുന്ന സമയത്ത് അവർ ഇസ്ലാമിനെ മാറിയിട്ട് മറ്റുള്ള മേഖലകളിലേക്ക് അവർ കടന്നു പോകും. ഇസ്ലാമിനെ അവർക്ക് ഇൽമാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ മുൻപ് മാതാപിതാക്കൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. കുട്ടികൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇൽമുണ്ടായി മാറുന്നത്? പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഖുർആനെ കുറിച്ചൊന്ന് പരിചയപ്പെട്ടു നോക്കൂ. ഖുർആന്റെ അവതീർണമാക്കപ്പെട്ടിട്ടുള്ള വർഷങ്ങൾ, ഓരോ ആയത്തുകൾ കഴിഞ്ഞിട്ട് അടുത്ത ആയത്തുകൾ അവതീർണമാകാൻ വേണ്ടി എടുത്തിട്ടുള്ള ഗ്യാപ്പുകൾ. എന്തിനായിരുന്നു ഈ ഗ്യാപ്പ്? ഒരു ഇൻഫർമേഷൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷനെ ഇൽമാക്കി ട്രാൻസ്ഫർ ചെയ്തിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇത്ര സമയം വേണമായിരുന്നു.
ചില ആയത്തുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഏതാനും മാസക്കാലത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും റസൂലിന്റെ അടുക്കലേക്ക് വന്നിരുന്നില്ല. റസൂൽ ഒരു ഇൻഫർമേഷൻ കൊടുത്തു, അതിൽ തപസ്സിരുന്ന് പഠിച്ചിട്ട് അത് ഇൽമാക്കി ഉൾക്കൊണ്ടിട്ട് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിന്റെ വിജ്ഞാനം പൂർത്തീകരിക്കുകയുള്ളൂ. അങ്ങനെ ഇൽമാക്കി മാറ്റുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവർ സ്കൂളുകളിൽ ചെല്ലുന്നു, 10, 12, 13 വിഷയങ്ങൾ അവർ പഠിക്കുന്നു. ഈ 13 വിഷയങ്ങളിൽ കൂടി അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. അതിലേതെങ്കിലും ഒരു വിഷയത്തിൽ അവന് നൈപുണ്യമുണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് അവന്റെ തൊഴിൽ മേഖലയിലേക്ക് അവൻ കടന്നു പോകുന്നു. ആ വിഷയത്തിൽ അവന് ഇൽമുണ്ടെന്ന് പറയാം. ഇങ്ങനെ ഇസ്ലാമിക വിഷയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇൽമുണ്ടാക്കിയെടുക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം മാതാപിതാക്കളിൽ അർപ്പിതമായതാണ്. കാരണം ആ ഒരു ചിന്തയിലാണ് അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് കുഞ്ഞുങ്ങളെ നൽകിയിട്ടുള്ളത്. വനഫഖ്തു ഫീഹി മിൻ റൂഹി, അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്നുള്ള ഊത്തിൽ നിന്നിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നിൽക്കുന്നത്. ഇനി ഒരു സമയത്ത് ഇതേപോലെ തന്നെ അള്ളാഹു ഈ റൂഹിനെ അങ്ങ് എടുക്കും. ഈ റൂഹിനെ അങ്ങ് സ്വീകരിച്ചിട്ട് നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള തുച്ഛമായിട്ടുള്ള ഒരു സമയം, ആ സമയത്ത് നമ്മൾ ഇവർക്ക് നൽകിയിട്ടുള്ള ഇൻഫർമേഷനുകളെയും ഇൽമുകളെയും കുറിച്ചും അള്ളാഹു നാളെ താരതമ്യം ചെയ്യും. നമ്മൾ പർപ്പസ്ഫുള്ളി നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ കുട്ടികളിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം, വിജ്ഞാനം കിട്ടണമെങ്കിൽ അതിന്റെ അവസ്ഥകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബം എന്ത് ഫെസിലിറ്റീസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. നാടുകൾ തോറും ഇങ്ങനെ യാത്ര ചെയ്തിട്ട് അവിടെ കിട്ടുന്ന സ്ഥലത്ത് അവർ താമസിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ അതേപടി അനുസരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള ഫെസിലിറ്റീസുകളൊന്നും ഇല്ലാതെ ഒരു കുടുംബത്തിനെ പടുത്തുയർത്തിയല്ലോ. നമ്മുടെ കുടുംബത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വീടുണ്ടാകണം, വീട് വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. പക്ഷെ അതിനേക്കാളും മുൻപ് ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ തൗഹീദിന്റെ അടിത്തറയിൽ പടുത്തുയർത്തിയതായിരിക്കണം അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെ അടിസ്ഥാനത്തിന്റെ കല്ലിടുന്നത് പോലെ കുടുംബത്തിന്റെ അടിത്തറയിൽ ഇടേണ്ട കല്ല് തൗഹീദായിരിക്കണം. ആ തൗഹീദിന്റെ അടിത്തറയിൽ പടുത്തുയർത്തി വരുന്ന ബന്ധത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കണം. വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും തമ്മിൽ തൗഹീദിന്റെ അടിത്തറയുണ്ടാകും. അതിലുണ്ടാകുന്ന കുഞ്ഞും അതേ മേഖലയിലേക്ക് കടന്നു പോകണമെങ്കിൽ പ്രതീക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, അതോടൊപ്പം നമ്മൾ പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം രക്ഷിതാക്കൾ ഏറ്റെടുക്കണം. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതല്ല. അതിനുവേണ്ടി നമുക്ക് സ്ഥാപനങ്ങളെ സമീപിക്കാം. ആ സ്ഥാപനങ്ങളെ സമീപിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിനെ ആസ്വദിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് അവർക്ക് ട്രസ്റ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ പിതാവിനോട് ട്രസ്റ്റ് ഇല്ല, മാതാവിനോട് ട്രസ്റ്റ് ഇല്ല, വീടിനകത്തുള്ള ഒരു ബന്ധങ്ങളോടും അവർക്ക് ട്രസ്റ്റ് ഇല്ല. ഈ ട്രസ്റ്റ് മനുഷ്യരിൽ ബിൽഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. എങ്ങനെയാണ് ട്രസ്റ്റ് ഉണ്ടായി വരുന്നത്? സുഹബത്തിൽ കൂടിയിട്ടാണ്. എങ്ങനെയാണ് സ്വഹാബികൾ ഉണ്ടായത്? എങ്ങനെയാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്? ഉസാമത്ത് ബിൻ സെയ്ദ് ഉണ്ടായത്? ഇവരെയൊക്കെ യുദ്ധത്തിന്റെ നേതാക്കന്മാരായിട്ട് റസൂൽ നിയോഗിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള മടിയും കൂടാതെ റസൂൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അതേപടി നിർവഹിക്കുവാൻ അവരെന്തുകൊണ്ടാണ് മാത്സര്യ ബുദ്ധിയിലുണ്ടായത്? റസൂലിന്റെ സുഹബത്തിൽ നിന്നും അവർക്കുണ്ടായി വന്നൊരു ബന്ധമാണ്. സുഹബത്ത് ഉണ്ടാകുമ്പോൾ ട്രസ്റ്റ് ഉണ്ടാകും. ട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഫോളോവേഴ്സ് ഉണ്ടാകുന്നു. അങ്ങനെ ഇസ്ലാമിനോട്, അള്ളാഹുവിനോട് കുഞ്ഞുങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടായി വരണമെങ്കിൽ കുടുംബത്തിനകത്ത് നമ്മൾ നല്ല സുഹബത്തുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കും, ആദം അലൈഹിസ്സലാം, ഹവ്വാ ബീവി, അള്ളാഹുവിനൊരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവരെ ആദ്യം പറഞ്ഞു വിട്ടത് സ്വർഗത്തിലേക്കാണ്. ആദം അലൈഹിസ്സലാമയ്ക്ക് ആദ്യത്തെ അനുഭവം കൊടുക്കുന്ന സ്വർഗത്തിന്റെ അനുഭവമാണ്. ശരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മനുഷ്യ ജീവിതത്തിൽ വരുന്ന പോരായ്മകൾ ഉണ്ടെങ്കിൽ മാറ്റിയെടുത്ത് നന്നാക്കാൻ വേണ്ടി നരകത്തിലേക്ക് കാണിച്ചാൽ മതിയായിരുന്നല്ലോ. നരകം കാണിച്ചില്ലല്ലോ. സ്വർഗത്തിന്റെ വിശാലമായ കണ്ടാൽ കൺവറിക്കുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളെയും ഒരുക്കി കൊടുത്തിട്ടാണ് ആദം അലൈഹിസ്സലാമയെ പ്രിപ്പയർ ചെയ്തത്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സന്തോഷവാന്മാരായിട്ട് കുടുംബം നയിക്കുന്ന മനുഷ്യരെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുടുംബത്തിനകത്ത് കുട്ടികൾക്ക് നല്ല സുഹബത്ത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ സുഹബത്തിൽ കൂടിയിട്ട് അവർ കണ്ടെത്തേണ്ടത് അള്ളാഹുവിനെയാണ്. കാലഘട്ടത്തിന്റെ ട്രെൻഡിനനുസരിച്ചോടുന്ന കരിയർ ഗൈഡൻസുകളെയും അതിനുമപ്പുറം നിന്നുകൊണ്ട് തൊഴിലിന്റെ മേഖലയിലേക്ക് മാത്സര്യ ബുദ്ധിയോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളെയല്ല നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഒരു മാതാവും പിതാവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ കൂടി അവർക്ക് അള്ളാഹുവിനെ കണ്ടെത്തുവാൻ സാധിക്കണം. അങ്ങനെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷനുകളെ കുലിൽ ഹഖ വ ഇൻ കാന മുറ, അതൊരു ഹദീസാണ്. മദ്രസകളിൽ കൂടി കുട്ടികൾ പഠിക്കുന്നു, നിങ്ങൾ കളവ് പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഈ ഇൻഫർമേഷനുമായിട്ട് കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടി കാണേണ്ടതും അവിടെ കാണേണ്ടത് കുലിൽ ഹഖ വ ഇൻ കാന മുറയിൽ അടിത്തറയായിട്ടുള്ള ഒരു കുടുംബമായിരിക്കണം. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ.
മാതാപിതാക്കളുടെ മാന്യതയെക്കുറിച്ചും മാതാപിതാക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ചും മദ്രസയിൽ പോയി പഠിച്ചിട്ട് വരുന്ന ഒരു കുഞ്ഞിന് വീട്ടിൽ വരുമ്പോൾ കാണേണ്ടത് തന്റെ മാതാവും പിതാവും അവരുടെ മാതാപിതാക്കളെ നന്നായിട്ട് പോറ്റി വളർത്തുന്നതായിരിക്കണം. അപ്പോൾ ആ ഇൻഫർമേഷനെ കുട്ടി അനുഭവിച്ചറിയുമ്പോൾ അതൊരു വിജ്ഞാനമായിട്ട് രൂപീകരിക്കുകയാണ്. ഇങ്ങനെ ഇൻഫർമേഷനുകളെ ഇൽമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ അവസ്ഥയാക്കിക്കൊണ്ട് നമ്മുടെ വീടുകളെ മാറ്റുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ ഏറ്റെടുക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തേടുന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ മക്കളെ കൂടി നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കൊണ്ടുപോകാൻ ഇബ്രാഹിം അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും നമുക്ക് പ്രചോദനമായി മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ നമ്മളിങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യുകയാണല്ലോ. ഉത്തരവാദിത്തങ്ങൾ ഷെയറിംഗ് അല്ല, ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കലാണ്. സ്കൂളുകളിലൊക്കെ ഇരിക്കുമ്പോൾ ഉപ്പമാര് വന്ന് പറയും, അത് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയതായിരുന്നു, അവള് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ ആയിപ്പോയത്. ഇങ്ങനെ പരീക്ഷയുടെയൊക്കെ ഓപ്പൺ ഹൗസ് നടക്കുമ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പമാര് വന്നിരുന്നിട്ട് ഇങ്ങനെ ഭാര്യമാരൊരു നോട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് പൈസ എല്ലാം നൽകി ഈ കുഞ്ഞിനെ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നിന്റെ ആയിരുന്നു, അവിടെയല്ല, അതെന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റിയാണ് കുടുംബത്തിലുണ്ടാകേണ്ടത്. ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്തിയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് ഇത് നിന്റെ ഭാഗമാണ്, ഇതെന്റെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞു വിടുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ആർക്കും ഉത്തരവാദിത്തമില്ല എന്ന് നമ്മൾ ധരിക്കേണ്ട. രണ്ടുപേരുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. രണ്ടുപേരോടും ഓരോ ചോദ്യമായിരിക്കും അള്ളാഹു ചോദിക്കുക. അതിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണമെന്നുള്ളത് ശരി തന്നെയാണ്, അതിനുവേണ്ടി അധ്വാനിക്കണമെന്നുള്ളത് ശരിയാണ്. എന്റെ അഭാവത്തിലും ഈ കുഞ്ഞുങ്ങളെ നോൽക്കുന്ന ഭാര്യയ്ക്ക് മാനസികമായി പിന്തുണ കൊടുക്കുവാൻ എനിക്ക് സാധിക്കണം. അതാണ് എന്റെ ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം. അവൾ നേരിടുന്ന ചലഞ്ചുകൾക്ക് ആ റെസ്പോൺസിബിലിറ്റികൾ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് പിന്തുണ കൊടുക്കണം. അങ്ങനെ കുറ്റപ്പെടുത്താത്ത മാതാപിതാക്കളെ കാണുമ്പോൾ അവരുടെ ഇസ്ലാമിനെ അനുഭവമാക്കുകയാണ്. അവർ മദ്രസയിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള നിങ്ങൾ കരുണ കാണിക്കുക എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ കുടുംബത്തിൽ വരുമ്പോൾ അത് ഇൽമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെ ഇൻഫർമേഷന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ളത് ഇൻഫർമേഷൻ അല്ല, ഇസ്ലാമിനെ കുറിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഇൽമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ജീവിതത്തിൽ കാണുകയുള്ളൂ. നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാകും. നമസ്കാരത്തിന്റെ മാധുര്യം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉസ്താദക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ ഇവർ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ, കുടുംബത്തിൽ ഇറങ്ങുമ്പോൾ കാണേണ്ടത് എന്റെ ഉപ്പയും ഉമ്മയെങ്കിലും മ്ലേച്ഛ വൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കണം, മോശമായ കാര്യങ്ങൾ സംസാരിക്കാത്തവരായിരിക്കണം. അപ്പോൾ ആ ഇൻഫർമേഷനെ കുട്ടികൾ ഇൽമാക്കിയെടുക്കുകയാണ്, പിന്നീട് അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഇതിൽ കൂടി ഉണ്ടാകുന്നത് ഇവർക്ക് അള്ളാഹുവിനോടൊരു ട്രസ്റ്റ് ഉണ്ടാവുകയാണ്. ഇതിൽ കൂടി അവർ സഹവസിക്കുന്ന സുഹബത്ത് കിട്ടുന്നത് അള്ളാഹുവിനോടാണ്. അങ്ങനെ സുഹബത്ത് കിട്ടിക്കഴിഞ്ഞാൽ ജെൻസി ആണെങ്കിലും ജെൻ ആൽഫയാണെങ്കിലും ബീറ്റയാണെങ്കിലും ഈ ഒരു വലയത്തിൽ നിന്നും വിട്ടുപോവുകയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോളൂ, ഇവരോട് സുഹബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നാട്ടിൽ അവൈലബിൾ ആണ്. കേരളത്തിൽ കിടന്നുറങ്ങുന്ന, പെരിങ്ങാലയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിന് ഒരുപക്ഷെ കൊറിയക്കാരനുമായിട്ടായിരിക്കും സുഹബത്തുണ്ടാവാം. കാരണം ആ കൊറിയക്കാരൻ അവനോട് ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇനി ഞാൻ എന്തെങ്കിലും വീഴ്ച ചെയ്തു പോയാൽ എന്റെ വീഴ്ചയെ അവൻ അംഗീകരിച്ചിട്ട് അതിനോട് എനിക്ക് വേണ്ട സപ്പോർട്ട് നൽകിയിട്ട് എനിക്ക് വേണ്ട ഗൈഡൻസ് നൽകും. പക്ഷെ എന്നെ കുറ്റപ്പെടുത്തില്ല, എന്നെ ജഡ്ജ്മെന്റ് ചെയ്യില്ല. ഇന്നത്തെ തലമുറയുടെ ആവശ്യം അതാണ്. എന്നെ കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപ് എന്നോട് കണക്ഷൻ ബിൽഡ് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തുണ്ടായിരുന്നു. റസൂല് മനുഷ്യരെ കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ശ്രമിച്ചിരുന്നത് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ടാണ്. ആ കണക്ഷൻസിൽ കൂടിയിട്ട് അവർ ചെയ്യുന്നതിൽ വേണ്ട വീഴ്ചകൾ കണ്ടെത്തുവാൻ സാധിക്കും. റസൂലിന്റെ അടുക്കൽ വന്നിട്ടുള്ള ഒരുപാട് അതിഥികളെ കുറിച്ച് നമുക്കറിയാമല്ലോ. റസൂലിന്റെ കൂടെ ഒരു ദിവസം സുഹബത്തിലാകുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇന്നത്തെ തലമുറ നേരിടുന്നത് എന്നെ കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറം എന്നെ കണക്ട് ചെയ്യുവാനുള്ള ആൾക്കാർ വേണം. അതുകൊണ്ട് ഇവരിങ്ങനെ ജപ്പാനിലും മറ്റുള്ള രാജ്യങ്ങളിലുമുള്ള ആൾക്കാരുമായിട്ട് അവർ സുഹബത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ആ സുഹബത്തിൽ കൂടി കൂടുന്നവൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ അകത്ത് കടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ വരെ അകത്തായി പോകുന്ന രൂപത്തിലുള്ള ക്രിമിനൽ വകുപ്പുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവനൊരു സുഹബത്തുണ്ട്. ഇത്തരം ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരെയും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയില്ല, ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും കൊടുക്കും. ആ ഫ്രീഡത്തിൽ കൂടിയിട്ട് അവന്റെ കച്ചവടം അവൻ നടപ്പിൽ വരുത്തും. അതിനേക്കാളും അപ്പുറം നിന്നുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം കൊണ്ട് ആദ്യം ഓടിയത് ആരുടെ അടുക്കലേക്കാ? തന്റെ പിതാവിന്റെ അടുക്കലേക്കാ. എന്നിട്ട് പിതാവിനോട് യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്നം പറയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു സ്വപ്നവും കണ്ടിട്ട് ആ സ്വപ്നമായിട്ട് നമ്മുടെ അടുക്കലേക്ക് വന്നാൽ നമ്മൾ എന്ത് മറുപടി, എന്ത് സ്ഥാനമാണ് അതിന് കൊടുക്കുക? എത്ര സമയം നമ്മൾ അതിനെ കേൾക്കാൻ കൊടുക്കും? ആ പിതാവ് ആ സ്വപ്നം കേട്ടിട്ട് ആ കുഞ്ഞിനോട് പറയുന്നുണ്ട്,
ഇത് നിന്റെ സഹോദരന്മാരോട് പറയാൻ പാടില്ല. ആ പിതാവിന്റെ ഒരു സമയം, ഒരു അല്പസമയം അവിടെ കൊടുത്തപ്പോൾ ആ കുഞ്ഞിന് കിട്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പിന്നെ യൂസുഫ് അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോൺ ജഡ്ജ്മെന്റലായിട്ട് കേൾക്കുവാൻ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ ഈ കുടുംബത്തിന്റെ അടിത്തറയിൽ നിന്നും ഇത്തരം സംവിധാനങ്ങൾ അകന്നുപോയപ്പോൾ ഇവർ മറ്റുള്ള വലയത്തിലേക്ക് പോയി ചാടുകയാണ്. അവിടെ കിട്ടുന്ന ഇൻഫർമേഷനുകളെ അവർ സ്വീകരിക്കുകയാണ്, അതിനെ അവർ പഠിക്കുകയാണ്, അതിൽ റിസർച്ച് ചെയ്യുകയാണ്, അവരുടെ ജീവിതശൈലിയായിട്ട് അവർ മാറ്റുകയാണ്. സ്ഥാപനങ്ങൾക്ക് ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്, എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾക്ക് ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്, കുടുംബങ്ങൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്ര പ്രാധാന്യത്തോടുകൂടി കുടുംബത്തിന് പറഞ്ഞത്. ജപ്പാൻ ഒരു സമയത്ത് കുടുംബ സംവിധാനത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു രാജ്യമായിരുന്നു. ഇന്ന് കുടുംബ സംവിധാനത്തിലേക്ക് അവർ തിരികെ വരികയാണ്. കുടുംബത്തിന് മലയാളത്തിൽ പറയുന്ന കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ്, ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും ഹാജറ ബീവിയുടെയും അധ്യാപനങ്ങളെ കൂടി ചേർത്ത് വെക്കുമ്പോൾ മില്ലത്തെ ഇബ്രാഹിമിന്റെ മാതൃകയായിട്ടുള്ള കുടുംബമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതിൽ നിന്നുകൊണ്ട് ത്യാഗോജ്വലമായ അർപ്പണങ്ങൾ നടത്തുന്ന ഇസ്മായിലുമാരെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.